നമ്മൾ അസറസ്കാരം കഴിഞ്ഞിട്ടാവൂലേ കുഞ്ഞോളോർക്ക് പോണ സൽമോ? അതെമ്മ. അല്ല ഇപ്പൊ വരണില്ലാണാവോ? ഇപ്പൊ ഇല്ലാന്നാ പറഞ്ഞത്. അല്ല സൽമോ, നമ്മൾ ചെല്ലണ വിവരം നീ കുഞ്ഞോളായിട്ട് വിളിച്ച് പറയണാ. അത് വേണ്ടമ്മ. നമ്മൾ വരണുണ്ട് എന്ന് അറിഞ്ഞാലേ ഓല അതും ഇതൊക്കെ ഒരുക്കാൻ നിൽക്കും. എന്തിനാ ഓല ഇടങ്ങറാക്കണത്? നമ്മൾ കുട്ടീനെ കാണാൻ പോവല്ലേ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ്ട് പോവാം. ആ, എന്നാ പിന്നെ ഓല ബുദ്ധിമുട്ടിക്കണ്ട. അല്ല സെൽമോ, അന്റെ കൈമത്തിയും കാതീത്തതൊക്കെ എവിടെ? അതവിടെ ഉണ്ടമ്മ. ഞാൻ കഴുകി വെച്ചിട്ടേ പിന്നെ ഇടാൻ മറന്നുപോയതാ. ഇനി അവിടെ ഇവിടെയും വെച്ചിട്ട് കാണാതാക്കണ്ട. ഇജ് അതൊക്കെ ഇട്ട് കെട്ടി കാണാൻ വേണ്ടിട്ടല്ലേ ഓപ്പൊ വന്നിട്ട് ഇത്രയും വില കൂടി കൊടുത്തു അനക്ക് 2 വളക്ക് എടുത്തന്നത്. ആ ഇട്ട് കാണുമ്പോഴേക്കാരും ഓനക്കൊരു സന്തോഷം. നമ്മടെ കുട്ടി അതാണ് കയ്യും മട്ടാളട്ടാ. ഞാൻ ഇട്ടോളമ്മ. വൈകുന്നേരം കുഞ്ഞോളോടക്ക് പോണല്ലേ, അപ്പൊ എന്തായാലും ഇടാം. അല്ലമ്മ, കുഞ്ഞോളി അരിസിന് നമുക്ക് ഇങ്ങോട്ടൊന്ന് വിരുന്ന് വിളിക്കണ്ടേ? ഓല് രണ്ടാളിപ്പോ ഇവിടെ നിന്ന് വന്നു പോയതല്ലേ. ഇനിയിപ്പോ സൗകര്യം പോലെ വേറെ ദിവസം വരാന്നല്ലേ ആരിസ് പറഞ്ഞത്. ഇനിയിപ്പോ ഓല് ഇഷ്ടത്തിനെ കണ്ട് വരട്ടെ. ആ, അതൊക്കെ ഓല് പിന്നെയും വന്നോളും. പക്ഷെ കാക്ക പോണേന്റെ മുമ്പേ എല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടും ചെയ്യാലോ. എന്തായാലും നമ്മൾ ഇന്ന് വരെ പോവല്ലേ. അപ്പൊ കാക്ക പോണേന്റെ തലേന്ന് ഓലോട് നിക്കാനിച്ചിട്ടുണ്ട് പോരാൻ പറയാം. ഇനി നമ്മൾ പറയാഞ്ഞിട്ട് ഓൾക്കത് വരാതിരിക്കാൻ തോന്നണ്ട. ആ, ഇജ് പറഞ്ഞതും ചെയ്യണതും ഒക്കെ അന്റെ മര്യാദ കുട്ടിയെ. പക്ഷെ ഓൾ ഇവിടെ വന്നിട്ട് അന്നോട് എന്തെങ്കിലും ഒന്ന് മുണ്ടി പറഞ്ഞാ കാര്യം എന്റെ മകളൊക്കെ തന്നെയാണ്. പക്ഷെ ഉണ്ടല്ലോ, ചില നേരത്തോളം തിരിച്ചും മറിച്ചും കൊടുത്താ പൂതിരൂല. ഓൾ അങ്ങനെ കാട്ടിച്ചിട്ട് നമ്മളും അതുപോലെ കാട്ടുന്നത് ശരിയല്ലല്ലോ അമ്മ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആരിസിന്റെ പെരക്കാരറിഞ്ഞ എന്താ വിചാരിക്കുക? ആ, ആ ഒരു പേടി ഓൾക്കും ഇല്ലാതില്ലട്ടാ. അതുകൊണ്ടാണല്ലോ ആരിസ് എത്തുണ്ടായപ്പോ ഇന്നോടും അന്നോടൊക്കെ ഒന്ന് ചിരിച്ചിങ്ങാണ്ടിരുന്നാണ്ട് ഓനാണ്ട് മാറിയപ്പോ മോന്ത കടന്ന ലുത്തിയ പോലെ ആക്കിയാണ്ടിരുന്ന ഓള്. ആ ഒരു പേടിയെങ്കിലും ആണോ? അല്ലാന്നുണ്ടെങ്കിലേ ഓള് ഒരുട്ടൊന്നാവൂല കാട്ടിക്കൂട്ടുക. സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെ ഒക്കെ വില എന്നെങ്കിലും ഓൾക്കും മനസ്സിലാവുമ്മ. ഇൻഷാ അല്ലാ, നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യാം, അത്ര തന്നെ. ആ, കജ്ജിലെ 5 വിരലും 5 തരാന്ന് പറഞ്ഞ പോലെ ഓരോ കുടുംബത്തിൻ്റെയും കാര്യം. ചിലയിടത്ത് പണ്ടത്തെ ഉമ്മാനെ പോലെ മരുക്കളെ ബുദ്ധിമുട്ടിക്കണ അമ്മായിമ്മേക്കാരം. ചിലയിടത്ത് മരുക്കളെ കൊണ്ട് സുഖം കിട്ടാത്ത അമ്മായിമ്മേക്കാരം. അതും അല്ലാച്ചാല് മാപ്പിളെ കൊണ്ടോ പെണ്ണുങ്ങളെ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തില് ഓരോ കുടുംബത്തിലുണ്ടാവും ഓരോരോ സമാധാനക്കേട്. ഇനിയിപ്പോ ആരിസിന്റെ പെരേല് ഇതിൽ ഏത് കഥയാണാവോ കൊണ്ടാടാൻ പോണത്? ഒക്കെ പഠിച്ചവനക്കറിയാം. കുഞ്ഞോളോടെ ഫോൺ വിളിച്ചാണ്ട് പുറത്തു കൊണ്ട് പോയണ്ടല്ലോ. ഓൾ പെരേന്ന് ആരേറ്റ തോന്നുന്നു. ഫോൺ വിളിച്ചപ്പോഴേ റേഞ്ച് കിട്ടണില്ല എന്നിട്ടാണ്ട് പുറത്തേക്ക് പോയിന്ന്. ഓളെ ഫോണിൽ ഇതിൻ്റെ ഉള്ളിൽ റേഞ്ച് കുറവാത്രേ. ഹലോ, ആ പറ. മിണ്ടാ നിൽക്കണതല്ല, ഇവിടെ ഉള്ളവരെ കണ്ണും മൂക്കൊക്കെ വെട്ടിച്ചിട്ടൊന്ന് പുറത്തിറങ്ങണ്ടേ. അതാ ഞാൻ കുറച്ച് സമയം മിണ്ടാ നിന്നത്. ആരും ഇല്ലാത്ത നേരം നോക്കിയാലല്ലേ നമ്മളെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാനും പറയാനും പറ്റുള്ളൂ. ഞാനിപ്പോൾ വല്ല പുറത്തേക്ക് ഇറങ്ങിക്കുക. അല്ല പറ, എങ്ങനെ പോണ ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ആടി, ഇന്ന് 50,000 വന്ന്. സാധാരണ പൈസ വരുമ്പോഴേ എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്ര സന്തോഷം ഉണ്ടാവുക. പക്ഷേ ഈ മാസം പൈസ വന്നേ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണോടോ. എങ്ങാനും ആരിസ്കിൻ്റെ അക്കൗണ്ട് എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ എവിടുന്ന് അത്ര തോന്നെ പൈസ കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞാൽ അതോടെ എൻ്റെ ജീവിതം തീരും. എടി പെണ്ണെ, അതിന് 4-5 ലക്ഷം രൂപ വിശ്വസിച്ചിട്ട് ആർക്കെങ്കിലും ഇട്ടുകൊടുക്കാൻ അങ്ങനെ ആരെങ്കിലും എനിക്ക് വേണ്ടേ? സ്വന്തം വീട്ടുകാരാണ് പിന്നെ എന്നുള്ളത്. അതിനാണെന്നുണ്ടെങ്കിലോ ഓലറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ ആരിസ്ക്ക് അറിഞ്ഞാലും മൊഴി ചൊല്ലിയാലുണ്ടാവുള്ളൂ. സ്വന്തം വീട്ടിലുള്ളവരറിഞ്ഞാൽ പിന്നെ എന്നെ ജീവൻ കൊടുക്കുന്ന വെക്കലുണ്ടാവില്ല. എടി തൽക്കാലം ഞാൻ ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാലോ? ഈ ആരിസ്ക്ക് പോയതിൻ്റെ ശേഷം തിരിച്ചെനിക്ക് കിട്ടാന്നാൽ മതി.
അനക്കറിയാലോ, കയ്യിലുള്ള പകുതി മുക്കാലോളം ഗോൾഡ് വിറ്റിട്ടാ ഞാൻ നിങ്ങൾ ബിസിനസ്സിലെ പാർട്ട്ണറായത്. ഇതിപ്പോൾ ആരിസ്ക്ക് വരുന്നതിൻ്റെ മുന്നേ ക്യാഷ് കൊടുത്തിട്ടേ അത്യാവശ്യം ഗോൾഡ് വാങ്ങി വെക്കണമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്താ. പിന്നെ ഒന്നിനും നേരെ കിട്ടിയില്ല. ഇനിയിപ്പോൾ ആരിസ്ക്ക് പോയി കഴിഞ്ഞിട്ട് അത് സൗകര്യം പോലെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പൈസ. ബിസിനസ്സിൻ്റെ ലാഭമൊക്കെ നന്നായിട്ട് കിട്ടുന്നതൊക്കെ നേരാ. പക്ഷേ ഉള്ള ഗോൾഡ് മൊത്തം വിറ്റങ്ങാണ്ട് ആരിസ്കാർഡും മാടും ഒന്നും ചോദിക്കാണ്ടേ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായെന്ന് എനിക്ക് വിവരം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. 2 മാസം എന്തായാലും ആരിസ്ക്ക് ഇവിടെ നാട്ടിലുണ്ടാവും. ഈ ഒരു കാര്യം ചെയ്യും, ആ 2 മാസത്തെ ക്യാഷും കൂടി എൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. ഞാൻ എൻ്റെ അക്കൗണ്ടിലുള്ളൊരു 5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം. എന്നിട്ട് അതെല്ലാം കൂടിയും ചേർത്തിട്ട് ആരിസ്ക്ക് പോയിട്ട് തന്നാൽ മതി. എന്നാൽ ഓക്കെ ഡി, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിളിക്കാം. എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി മാറി നിന്ന് സംസാരിച്ചാലേ ആർക്കെങ്കിലും എന്തൊരു സംശയം തോന്നും. ശരിട്ടാ, ഞാൻ വെച്ചാളെ, ഞാൻ വേഗം അകത്തൊക്കെ പോട്ടെ. ആരിസ്ക ഇവിടൊന്നുമില്ലേ? ആ, ആരിസ്ക ഇവിടെ അടുക്കളയിലായിരുന്നോ? ഞാൻ റൂമിലൊക്കെ നോക്കി. ആ, ഇന്ന് ബിരിയാണിയാണോ? അതെന്തായാലും നന്നായി. കുറേ ദിവസമായി ഞാനും ബിരിയാണി കഴിച്ചിട്ട്. അല്ലമ്മ, ആരിസ്ക്ക് എങ്ങനെ എപ്പോഴും അടുക്കള പണിയിലൊക്കെ സഹായിക്കുമോ? ചെറുപ്പം തൊട്ടേ ഞാനാണെങ്കിലും ഇവരെപ്പോഴാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും എന്നുള്ളൊരു വ്യത്യാസം ഇവരിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം എന്താ, എൻ്റെ 2 പെൺകുട്ടികൾക്ക് അറിയണ എല്ലാവിധ പണികളും ഓനക്കും അറിയാം. ആബിത്താത്താൻ്റെ കല്യാണം കഴിച്ചും വരെ ഈ പെര മുഴുവൻ അടിക്കലും തുടക്കലും ഒക്കെ കഴിച്ചിട്ടാ ഓള് സ്കൂളിൽ പോയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അർഷി ഇവനും കൂടിയായി എന്നെ സഹായിക്കല്. ഇതാ ഇവന് രാവിലെ തന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അർഷി തുടക്കും, അർഷി അടിക്കുകയാണെങ്കിൽ ഇവൻ തുടക്കും. ഇവിടെ അയൽവക്കത്തുള്ളവരെന്നെ ഇവനെ ചിലപ്പം കളിയാക്കുമ്പോൾ ഓനെന്നോട് പറയും, എൻ്റെ ഉമ്മാനെ സഹായിക്കണേന് ആരിന്നോട് ചോദിക്കാൻ വരാനെന്ന്. അങ്ങനെ ചെയ്തിരുന്ന ആളാ എൻ്റെ കുട്ടി. അടിക്കലും തുടക്കലും ഒക്കെ ചെയ്യുമോ? അയ്യേ, ആരിസ്കാക്ക് ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യാനൊരു മടിയില്ലേ? നമ്മളെ പരിയത്തെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മടി കാണിക്കുന്നത് എന്തിനാ? നമ്മളിപ്പോൾ എവിടെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടതിന് ശേഷമാണ് നമ്മളെ കൊടുക്കുന്നത്. ചെയ്യണമെങ്കിൽ ചെയ്തോട്ടുണ്ട്. എന്തായാലും ആരിസ്കാനായിട്ട് വേറെ പോയി താമസിക്കുകയെന്ന് വെച്ചാലും കാര്യങ്ങളൊക്കെ ആരിസ്കനെ ചെയ്തോളൂ. അല്ല കുഞ്ഞോളെ, ഇന്ന് വിരുന്നേരെ പോലെ മാറിയിട്ടുണ്ട്. ഒരു കത്തിത്തന്ന് വന്നോളൂ, ഉള്ളിയെടുക്കാൻ കൂടിയൊക്കെ എൻ്റെ കൂടെ. ആരിസ്ക്ക് ഇപ്പം എന്തായാലും അത് വെട്ടാനിരുന്നില്ലേ, നിങ്ങളത് മുഴുവനാക്കിക്കോളി. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. പണ്ടുള്ള പഴമക്കാർക്കൊരു പറച്ചിലുണ്ട്, പെരയിലുള്ള വെക്കലും വിളമ്പലും അടിക്കലും തുടക്കലൊക്കെ ഉള്ള പണി പെരയത്തെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞതാണെന്ന്. പക്ഷേങ്കിൽ നമ്മളെ പെരയിൽ അങ്ങനെയല്ല. ഇവിടെ ദബൻ്റെ എപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാം കൂടി എൻ്റെ ചെയ്തിട്ടേ ബാക്കിയുള്ള സമയം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് TV കാണുകയെ വിശേഷങ്ങൾ പറയേ എന്തെങ്കിലും തിന്നിയേ കുറിക്കുകയെ അങ്ങനെയൊക്കെ ആയിട്ടാണ് വർത്താനം പറഞ്ഞ് നേരം കൂട്ടും. ആ ഒരു രസം വേറെ തന്നെയാണ്. ആ, വലിയ കാര്യമായിപ്പോയി. തിന്നാനും കുടിക്കാനൊക്കെ വേണമെങ്കിൽ ഞാനും കൂടെ. പക്ഷെ പണിയെടുക്കലേ ഇന്നീ മക്കളും കൂടി ചെയ്താൽ മതി. ഇതിപ്പോ ഒരാളിവിടെ പ്രസവിച്ചെടുക്കലും ഒരാളിവിടെ നാട്ടിലില്ലായും ഒക്കെ ആയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ 2 പെങ്ങന്മാരും ഇവന്റെയും കൂടിയുള്ള ഒച്ചയും വിളി ഇവിടെ എന്തേക്ക് അരച്ചിട്ടാണ്. ആ, ഞാൻ എല്ലാരും കൂടെ അധികം ഒന്നും നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ആരിസ്ക പറഞ്ഞിട്ടൊക്കെ കുറെ കാര്യങ്ങൾ അറിയാം. ഇവന്റെ എപ്പം കൂടി ഇവിടെ ഉള്ള സമയാണിച്ച പിന്നെ ഇവിടുത്തെ രസം പറയണ്ട മളെ. കളിയും ചേരിയും വർത്താനം ഒക്കെ പാടിയായിട്ടേ ഞങ്ങൾ എത്ര ദിവസങ്ങളിൽ നേരം വെളുക്കണ വരെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട് എന്നറിയാം. പറയുമ്പോ ഒരേ പെരയിലുള്ളവരാ. എന്നാലും ഞങ്ങൾ എല്ലാരും കൂടിക്കഴിഞ്ഞാൽ അത് വേറൊരു രസാണ്. ഇനിയിപ്പോ ഒക്കത്തിനും ഇജുണ്ടാകുമല്ലോ, അനക്കും കാണാം ഒക്കെ. പിന്നെ നേരം വെളുക്കോളിരുന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കാന്. ഉമ്മ ആഭ്യാത്തൊക്കെ വന്നതുകൊണ്ടേ ഇപ്പൊ നിക്കും ഇമ്മ പറഞ്ഞ പോലെ എല്ലാരും കൂടെ ഇങ്ങനെ പണികൾ ചെയ്യാനും വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റുമല്ലോ എന്ന് പറയായിരുന്നു. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം അമ്മ? ഓൾക്ക് ഇവിടെ ഓരോന്ന് ശീലായി വരണല്ലേ ഉള്ളു എൻ്റെ ആരിസേ. അതാണ് ഈ തപ്പിപ്പയ. ഇവിടെ അധികം നിന്നിട്ടൊന്നുമില്ലല്ലോ. സത്യം പറയാലോ കുഞ്ഞോളെ, കല്യാണം കഴിഞ്ഞ പാടിനെ
അന്ന അൻ്റോടാക്കിങ്ങാണ്ട് പോയപ്പോഴേ എനിക്ക് എന്തോ പോലെയായിരുന്നു. അവിടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയാ തോന്നുകയാണാവോ വിചാരിച്ചിട്ട്. പിന്നെ എന്ത് തോന്നാന്? അതുകൊണ്ട് എത്ര കുറച്ചും കൂടെ കൂടുതൽ അവിടെ നിൽക്കാനായി അല്ല ഞങ്ങളെ. ആ നിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ ഉണ്ടാവുക. ഇമ്മാന്റെ ബേജാറോണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് കോൾക്കൊണ്ട് വരേണ്ടി വന്നത്. ആബിയാത്താന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആവാത്തതുകൊണ്ട് തന്നെ ഇമ്മ ഇപ്പൊ വരുണ്ടാവൂല എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ആരിസ്ക്ക് അങ്ങോട്ട് വന്നിട്ടേ ഇമ്മയും ആബിയാത്തൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ആവും വരികയെന്നാ ഞാൻ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉമ്മാക്ക് നിൽക്കപ്പുറത്തേക്ക് കിട്ടണ്ടേ. ഇനിയിപ്പോ ഉമ്മാക്ക് മുണ്ടിപ്പരാനും പണിയെടുക്കാനും ഒക്കെ ആളായല്ലോ. ഇനി ബാക്കിയൊക്കെ ഉമ്മയും മരപാട് ആയിക്കോളിന്ന. ആടാ ഇനി പിജു എൻ്റെ പെങ്ങന്മാരും ഒന്നും സഹായത്തിനില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒക്കത്തിനും ഒപ്പം കൂടാന് ഇക്കിന്റെ മരിയോളുണ്ടല്ലോ. അല്ലേ കുഞ്ഞോളെ, ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് കൂടി അടിയണ്ടി ചെയ്തോണ്ട്. ഇതാണ് പറഞ്ഞത്, പാലം കിടക്കോളം നാരായണ, പാലം കിടന്നാ കുരായണ. ഒന്ന് പോടൊക്കെ അവിടുന്ന്. അതോ സമയം ഒരുപാട് അയക്കണിട്ടാ, വേഗം നോക്കിക്കൂട്, അല്ലെങ്കിൽ നേരത്തിന് ഇപ്പൊ ഒന്ന് ചോറാവൂലട്ടാ. വർത്താനം പറയുന്നത് ടൈം പോയതറിഞ്ഞില്ല. നമുക്ക് സ്ഥലം വരെ പോവാണ്ട്. ബാക്കി എമ്മയും മരവന്മാർ ആയിക്കോളി. ആ അന്ന് അമ്മാടെ കുട്ടി പോയിക്കോ, ഇനിയുള്ളത് ഞാനും ഓളും കൂടിയും ചെയ്തോളാം. അല്ല കുഞ്ഞോളെ, ഇജ്ജ് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കുന്നൊക്കെ പറഞ്ഞത്. ആ അറിയൊക്കെ ചെയ്യാം. അവിടെ സൽമാത്തി ആദ്യമൊക്കെ ഉണ്ടാക്കണക്കായി ഏറ്റവും നന്നായിട്ട് ഞാനാ ബിരിയാണി വെക്കാന്ന് ഇമ്മി ഇപ്പൊക്കെ എപ്പോഴും പറയും. ആ അറിയുണ്ടാവും. ഓളെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയപ്പോഴേ ഓളമ്മ പ്രത്യേകം പറഞ്ഞിന്ന് ഒരു പെരേക്ക് വേണ്ട സകല പണിയോളും കുഞ്ഞോൾക്ക് അറിയാന്ന്. പഠിച്ചോനെ, ഇതിൻ്റെ അടുക്ക് അങ്ങനെയും പറഞ്ഞിരുന്നു. ഇപ്പം എല്ലാം കൂടി എൻ്റെ തലയിലാവോ? എന്നാ പിന്നെ അന്നത്തെ പിന്നെ എൻ്റെ വകന്നെ ആയിക്കോട്ടെ, നമുക്ക് ടേസ്റ്റ് അറിയാലോ. അല്ല നിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. മാത്രല്ല ഞാൻ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടാവൂല. അതെന്താ ഇഷ്ടാവായി? നമുക്കുണ്ടാവില്ല ഭാര്യയുടെ കൈ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാനൊരു പൂതി അല്ല അമ്മ? ഇന്നന്ന് പിന്നെ കുഞ്ഞോളെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. വേറെ ബിരിയാണിയുടെ ചൊയ എന്താന്നുള്ളത് ഞങ്ങൾക്കും അറിയാലോ. ഇവിടെ ഞങ്ങളൊക്കെ വെക്കണതേ ഒരേപോലെയാണ്. ഇജാവുമ്പോ അതിൽ വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാലോ. പഠിച്ചോനെ പെട്ടോ. എന്നാൽ രണ്ടാമത് വേഗം തുടങ്ങിക്കോളി. ഞാൻ ചോറ് തന്നാകുമ്പോൾ ഞാൻ പോയി വരാം. അമ്മ അമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ പോയിട്ട് ചാകുമ്പോത്തിനിട്ട് പോരെ, പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ തിന്നാ. അല്ല ഇജെങ്ങനെ വെക്കല് ബിരിയാണി? ദമ്മായിട്ട് വെക്കലാ അത് പൊരിച്ചിട്ട് വേറെ വിട്ട് വെക്കലാ? അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വെക്കൂ. ആ എന്നാ പിന്നെ അനക്ക് ഏതാ ഇഷ്ടച്ചാല് ആ രീതിക്ക് ഉണ്ടാക്കിക്കാളെ. എങ്ങനെ ബിരിയാണി വെക്കാനാ റബ്ബേ? തിന്നാനല്ലാതെ ഈ ബിരിയാണിയുടെ ABCD പോലും എനിക്കറിഞ്ഞൂടാ. അല്ലാ പറഞ്ഞ പോലെ അത് മറന്നിക്കണ്. ഈ ചെക്കനോട് വർത്താനം പറഞ്ഞു നിന്നിട്ടേ കുട്ടീനെ കുളിപ്പിക്കണ കാര്യം മറന്നിക്കണമ്മ. ഉമ്മയുടെ കുട്ടിയെ ഈ വെളുത്തുള്ളിയും കൂടി ഉണ്ട് ശരിയാക്കി കിട്ടാ. അപ്പോൾ ഞാൻ കുട്ടീനെ കുളിപ്പിച്ചിങ്ങാണ്ട് വരാം. എന്നിട്ട് ബാക്കി ഞാൻ മുറുക്കി തരാം. ബിരിയാണി എന്നാ ഓൻ പറഞ്ഞ പോലെ ജനെ വെച്ചാളെ, ഓനക്ക് സന്തോഷമായിക്കോട്ടെ. സന്തോഷമായ തന്നെ. ഇന്നത്തോടെ എൻ്റെ സകല ഇമേജും പോകുന്ന തോന്നുന്നത്. യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയാലോ? ഒരാവശ്യത്തിൽ വെറുതെ തള്ളി വിടുകയും ചെയ്ത്. എന്തായാലും തള്ള വരുന്നതിൻ്റെ മുന്നേ യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെയെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കട്ടെ. എൻ്റെ ഒരവസ്ഥ. ഹൗ ടു മേക്ക് ബിരിയാണി. പെരുന്നാൾ സ്പെഷ്യലായിട്ട് നല്ലൊരു ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര്. ഇനിയിപ്പോൾ ഇത് ബീഫാണോ ചിക്കനാണോ? ബീഫും ചിക്കനും ഒരുപോലെ തന്നെയാണ് ഉണ്ടാക്കുക. ചിക്കൻ നോക്കാം. ചിക്കൻ ബിരിയാണി അപ്പോൾ തന്നെ വരുവാണാവോ? ചിക്കൻ ബിരിയാണി ഉറങ്ങിക്കൂടെ? വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അല്ല ഇത് കുക്കറിലല്ലേ, ഇത് പാത്രത്തിലല്ലേ? വേറെ നോക്കട്ടെ, അപ്പത്തിന് വരുവാണാവോ? നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. ആർക്കറിയാന്ന്? എനിക്കൊരു കുന്തും അറിയില്ല. ഇനിയിപ്പോ ഈ ഒരു പാത്രം വെച്ച് ഞാനിതിൽ എന്തോന്ന് ഉണ്ടാക്കാനാ?
തിന്ന കുഞ്ഞോളിനി വെള്ളം കുടിക്കട്ടെ. സ്വന്തം വീട്ടിൽ ഒരു സ്പൂൺ എടുത്ത് ഇളക്കാൻ കഴിയാത്ത ഇവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഇനി നേരിടാൻ പോകുന്നത് എന്തൊക്കെ മറിമായങ്ങളാണെന്ന് കാത്തിരുന്ന് കാണാം. കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കനിവിൻ്റെ അടുത്ത എപ്പിസോഡുമായി കാണും വരെ മസ്സലാമ.